നിങ്ങളാരാ? നിങ്ങളെ ഏതാ? അതൊക്കെ പുതിയ ചെടികളല്ലേ. ഹലോ, അപ്പോൾ എങ്ങനെയാ വീഡിയോ നമുക്ക് തുടങ്ങാം അല്ലേ? കുറച്ച് ദിവസമായിട്ട് നല്ല ത്രോട്ട് പെയിനും സൗണ്ടൊക്കെ പോയിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഓക്കെ വരുന്നതേ ഉള്ളൂ. അതാണ് വീഡിയോസ് എല്ലാം ഡിലേ ആയത്. സോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഞാനും അമ്മയും കൂടെ ഞങ്ങൾക്ക് ശാന്തമ്പാറയിൽ ഒരു എസ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോണത്. ഇറങ്ങാൻ നേരമായപ്പോൾ ഉണ്ടല്ലോ മഴ നന്നായി കൂടിയേ. പിന്നെ അനിയൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും റെയിൻ കവറൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പെറ്റ്സിനോടും അനിയനോടും ഒക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അവന് ക്ലാസ് ഉള്ളതുകൊണ്ട് അവൻ വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനും അമ്മയും മാത്രമാണ് പോണത്. അച്ഛനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ശാന്തമ്പാറ തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഏലക്കയിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടൈമാണ്. അതുകൊണ്ട് അച്ഛൻ മിക്കപ്പോഴും അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യാറ്. സോ നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. ഞങ്ങൾ എപ്പോഴും കാറും കൊണ്ട് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിലും അമ്പലത്തിലും ഒക്കെ നേർച്ച ഇടാറുണ്ട് കേട്ടോ. ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് പുളിയമലയ്ക്ക് പോകുമ്പോൾ സ്ഥിരം ഞങ്ങൾ നേർച്ച ഇടുന്ന പള്ളിയാണ് ഇത്. ചെറുപ്പം തൊട്ടേ തലക്ക് കയറിയ പ്രാന്താണ് കേട്ടോ ഈ ഒരു ഡ്രൈവിങ്ങും ട്രാവലും എല്ലാം. എന്തോ അറിഞ്ഞൂടെ പണ്ട് മുതലേ വണ്ടികളൊക്കെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. 18 വയസ്സൊക്കെ ആവണമല്ലോ നമ്മൾ ലൈസൻസ് എടുക്കാനായിട്ട്. പക്ഷെ ഞാൻ 7ാം ക്ലാസ്സിലേ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. കാരണം വണ്ടി ഓടിക്കാനുള്ള ഒരു ഇഷ്ടം കാരണം. പിന്നീട് നമ്മൾ MVD-ക്കാരൊക്കെ കാണാതെ അച്ഛനേക്ക് നൈസായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാറൊക്കെ തരുമായിരുന്നു കേട്ടോ. പിന്നെ കാർ ഓടിക്കാൻ തുടങ്ങി, ജീപ്പ് ഓടിക്കാൻ തുടങ്ങി, ബൈക്കായി, ട്രാവലറായി, ലോറിയായി, അങ്ങനെ ഇപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ ഓടിക്കാൻ തുടങ്ങി. ഭയങ്കര എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ്നെസ് തോന്നുന്ന ഒരേ ഒരു കാര്യം ഡ്രൈവിങ്ങിലാണ്. പിന്നെ ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോൾ ഓരോ വണ്ടികളും ഓവർടേക്ക് ചെയ്ത് കുറച്ച് കൂടുതൽ ഓവർ സ്പീഡൊക്കെ എടുത്ത് ഒരു റേസിംഗ് മോഡാണ് ആ ടൈമിൽ വരാറുള്ളത്. ഓരോ വണ്ടികളും പാസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് എത്തൂലേ, എന്തോ അറിഞ്ഞൂടാ, പ്രത്യേക ഒരു ക്രേസാണത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ലേഡീസിൻ്റെ അടുത്തും ഗേൾസിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ്. ഏതൊരാൾക്കാർക്കും നമ്മൾ വഴിയാണെങ്കിലും നമുക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഡ്രൈവിംഗ്. അതൊക്കെ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. സോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രൈവിംഗ്. ഞാൻ ചെറുതായി ടോപ്പിക്ക് മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട്. സോ നമ്മുടെ വീഡിയോയിലോട്ട് വരാം. അങ്ങനെ കട്ടപ്പനയിൽ നിന്ന് ഞങ്ങൾ പുളിയന്മലയും പാമ്പാടുമാരൊക്കെ കഴിഞ്ഞ് നെടുങ്കണ്ടം എത്തിയേട്ടാ. നെടുങ്കണ്ടം എത്തിയപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനം വാങ്ങിച്ചിട്ട് പോവാണ്. കാരണം നമുക്ക് എസ്റ്റേറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. എപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ആനകളൊക്കെ വരാം കേട്ടോ. അതുപോലെ തന്നെ ഫുൾ ഓഫ് റോഡ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോണത്. തമിഴ്നാട് ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്കെല്ലാം ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ എപ്പോഴും കിട്ടാറുള്ളത്. പക്ഷെ നമ്മൾ പച്ചക്കറികളൊന്നും കൂടുതൽ വാങ്ങിച്ചില്ല. നമ്മളൊരു ട്രിപ്പൊക്കെ പോലെ പോകല്ലേ, അപ്പോൾ നമ്മൾ ചിക്കനും മീനൊക്കെയാണ് കേട്ടോ വാങ്ങണത്. കപ്പ വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഉണക്കമീൻ വാങ്ങിച്ചു, പിന്നെ ചിക്കൻ വാങ്ങിച്ചു. പിന്നെ അവിടെ കുറേ പട്ടികളുണ്ട് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ കാലിൻ്റെ ഒക്കെ വേസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓൺ ദ വേ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രണ്ടിലൊരു മല കാണുന്നുണ്ടോ? 2022 ശാന്തമ്പാറ കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നീലക്കുറിഞ്ഞ് പൂത്തിട്ടുണ്ടായിരുന്നേ. ആ ഒരു സ്ഥലം ഇവിടെയാണ്. ഈ കുന്നിലാണ് കേട്ടോ ഒരുപാട് നീലക്കുറിഞ്ഞുകളൊക്കെ പൂത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചതുരംഗപ്പാറ, മയിലാടുംപാറ, കള്ളിപ്പാറ, രാജപ്പാറ, ഗൂഡൻപാറ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ശാന്തമ്പാറ എത്തി കേട്ടോ. ശാന്തമ്പാറയിൽ നിന്ന് ഞണ്ടാർ പേത്തൊട്ടി റോഡാണ് കേട്ടോ ഈ വലത്തോട്ട് കാണുന്നത്. നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. ഈ നേരെ കാണുന്നത് പൂപ്പാറ മൂന്നാർ റോഡാണ് കേട്ടോ. നമ്മൾ പക്ഷെ വലത്തോട്ടാണ് പോണത്. ഞണ്ടാർ പേത്തൊട്ടി റോഡാണ്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ മാത്രം ഇതേപോലെ വീടുകളും കടകളൊക്കെ ഉള്ള കേട്ടോ. അത് ഞാൻ മൊത്തം എസ്റ്റേറ്റും ഫോറസ്റ്റും ആണ്. ഈ റോഡ് പിന്നീട് പല പല ബ്രാഞ്ചസ് ആയിട്ട് തിരിയാണ് കേട്ടോ. പിന്നീട് നേരെ പോകുന്നത് ആക്ച്വലി ഞങ്ങളുടെ പറമ്പിൻ്റെ എൻഡിലാണ്. ആക്ച്വലി ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഞങ്ങളുടെ പറമ്പിൻ്റെ എൻഡ് വശം. ശരിക്കും ഭയങ്കര ഹൈറ്റിൽ നമുക്ക് തമിഴ്നാട് ഏരിയ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് മഞ്ഞൊക്കെ ഉണ്ടാവും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളെ തന്നെ ഇടയ്ക്ക് ട്രോളാറുണ്ട്. സ്വന്തമായിട്ട് കൊക്കയും വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളവരാണ് ഞങ്ങളെന്നൊക്കെ. എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണിത്. പിന്നെ കാണാൻ ആഗ്രഹമുള്ളവർ വരിക, വന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റ് ചോദിച്ച് വന്നാൽ മതി. ഞണ്ടാർമെട്ടെന്ന് ചോദിച്ച് വന്നാൽ മതി കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. പിന്നെ സൂക്ഷിക്കേണ്ട കാര്യം, ആനകളുണ്ട്. എപ്പോഴും എവിടെ നിന്ന് വരും എന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം വരിക കേട്ടോ. സത്യം പറഞ്ഞാൽ കൊക്കയൊക്കെ കാണുമ്പോഴല്ലോ നമുക്ക് തന്നെ ചാടിച്ചാവാൻ തോന്നും.
അത്രയ്ക്ക് നല്ല ഹൈറ്റിലും അതുപോലെ തന്നെ ഭയങ്കര രസമാണ് അവിടെ. ഈ സ്ഥലം ഉണ്ടല്ലോ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടി പോയ സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ നിന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഫുൾ ഉരുൾപൊട്ടി പോയത്. ഇവിടെ റോഡൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ ഒന്ന് പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇനി ഇത് അങ്ങോട്ട് ഇതുപോലെ എർത്തൺ റോഡ്സ് ആണ്. കുറച്ച് ദൂരം മാത്രമേ മണ്ണ് റോഡുള്ളൂ, അത് കഴിഞ്ഞാൽ മൊത്തം ഓഫ് റോഡ് ഏരിയ ആണ്. കുറച്ച് ദൂരം കഴിയുമ്പോൾ നല്ല കയറ്റവും ഇറക്കും, പിന്നെ ഈ കയറ്റത്തിലൊക്കെ നല്ല പാറക്കല്ലൊക്കെ വരില്ലേ, അപ്പോൾ ഈ പാറമേ കൂടെ ഓഫ് റോഡിങ് ഒക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ പോകും, ഭയങ്കര രസമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ആ ഒരു വീഡിയോസ് ഒന്നും എടുത്തരുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല. അമ്മ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് ഇതുപോലെ അഡ്വഞ്ചറസ് കാര്യങ്ങളൊക്കെ ആയിട്ടോ. അവിടെ അമ്മ വണ്ടിയിൽ 2 കൈയും മുറുക്കെ പിടിച്ചിരിക്കും, അതുകൊണ്ട് എനിക്ക് എടുത്തുതരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ കാണുന്നുണ്ടല്ലോ പോകുന്ന വഴിക്കുള്ള ഞങ്ങളുടെ പ്ലാന്റേഷൻ ആണ്. ഇവിടെ ആക്ച്വലി ഞങ്ങൾക്ക് 2 ഏക്കറോളം ഏലത്തോട്ടം ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തിന്റെ പേരും 2 ഏക്കർ എന്നാണ്. എൻ്റെ അച്ഛൻ തന്നെയാണോ ഇതിനെ പേരിട്ടേന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഉണ്ടല്ലോ ഈ ഒരു ലാൻഡ് ആദ്യം വാങ്ങിച്ചത് ഞങ്ങളാണ് കേട്ടോ. ഇവിടെ ഭയങ്കര കാട് പിടിച്ച സ്ഥലമായിരുന്നു. ആ ഒരു കാടിനെ ഏലത്തോട്ടമാക്കി മാറ്റിയത് ഞങ്ങളാണ് കേട്ടോ. ഞാനല്ല, എൻ്റെ അച്ഛനും ഫ്രണ്ട്സൊക്കെ കൂടിയാണ്. സോ എനിക്ക് തോന്നി ഈ ഒരു പേരില്ലാത്ത ഈ ഒരു സ്ഥലത്തിന് എങ്ങനെ പോലെ എൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കും പേരിട്ടിട്ടുണ്ടാവുക. ഇവിടെയൊക്കെ ഒരുപാട് ആനയുള്ള സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. ഈ കാണുന്ന ബിൽഡപ്പ് ഒക്കെ ഉള്ളെങ്കിലും എനിക്ക് ആനക്കാട്ടി കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ നേരെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. ഇതുവഴിയാണ് നമ്മൾ നേരത്തെ വന്നത്. ഈ റോഡ് നേരെ പോകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന്, അങ്ങോട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്. ഈ ഒരു കയറ്റത്തിൽ ആ ഒരു വളവ് കഴിയുമ്പോൾ തന്നെയാണ് കേട്ടോ വീടുള്ളത്. ഈ ഒരു സ്ഥലത്തിന്റെ പേര് 10 ഏക്കർ എന്നാണ്. അവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്. അങ്ങനെ നമ്മൾ കയറ്റം കയറി ഞങ്ങളുടെ ഫാം സ്റ്റേയിൽ എത്തി. ഇതാണ് ഞങ്ങളുടെ ഫാം സ്റ്റേ. ഞാൻ ശരിക്കും ഇതിന്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. തൊട്ടപ്പുറത്ത് വലിയൊരു മല കണ്ടോ, അതാണ് കേട്ടോ മതികെട്ടാൻചോല. മതികെട്ടാൻചോല നാഷണൽ പാർക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ആ ഭാഗമാണ് കേട്ടോ ഇത്. വീടിന്റെ ഫ്രണ്ടിൽ വലിയൊരു മരം കണ്ടോ, അത് രുദ്രാക്ഷത്തിന്റെ മരമാണ്. പിന്നെ ഇത് നമ്മുടെ പ്ലാന്റേഷൻ ആണ്. വഴിയേ നിങ്ങൾക്ക് ഇതിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എൻ്റെ അച്ഛനും അച്ഛന്റെ പരിവാരങ്ങളും എത്തി കേട്ടോ. ആ ഒരു ബ്രൗൺ കളർ ഉള്ളവന്റെ പേര് ടൈഗർ അച്ഛൻ എന്നാണ്. ഞങ്ങൾക്ക് മുമ്പ് ടൈഗർ എന്ന് പറഞ്ഞ പട്ടി ഉണ്ടായിരുന്നു, അവന്റെ അച്ഛനാണ് കേട്ടോ ഇത്. അങ്ങനെയാണ് ഞാൻ ടൈഗർ അച്ഛൻ പേരിട്ടത്. അതിനു മുമ്പ് ഒരു പിന്നെ പേരേ ഇല്ലായിരുന്നു. ബാക്കിയുള്ളവരൊന്നും ആക്ച്വലി ഇവിടത്തെ ഒന്നും അല്ലായിരുന്നു, എവിടേക്കോ എന്നൊക്കെ വന്ന് ഇവിടെ കൂടി പറ്റിയതാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരായി. അങ്ങനെ ഇവന്മാർക്ക് കുറച്ച് സർപ്രൈസ് കൊടുക്കാല്ലേ. ടടാ, ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കാല്. ആക്ച്വലി ചിക്കൻ കാലെല്ലാം വേവിച്ച് ഇതിന്റെ നെഗൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ സാധാരണ കൊടുക്കാറുള്ളത്. പക്ഷെ വന്നതിന്റെ ആ ഒരു ക്ഷീണത്തിലും പിന്നെ ഇവന്മാർ ഇങ്ങനെ വിശന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോ പെട്ടെന്ന് എടുത്ത് എല്ലാവർക്കും എല്ലാം കൊടുത്തേട്ടോ. ഈ ഒരു സ്ഥലം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. എപ്പോ വേണേലും ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും. നമ്മൾ വന്നപ്പോൾ മഞ്ഞുണ്ടെങ്കിലും ഇത്രത്തോളം മഞ്ഞുണ്ടായിരുന്നില്ല. ഇപ്പൊ മഞ്ഞ് കൂടി, കുറച്ച് കഴിയുമ്പോൾ ഇതിലും കൂടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇത് മുഴുവൻ ഇല്ലാതാവാനും ചാൻസ് ഉണ്ട്. വഴിയെ പല പല കാഴ്ചകളും കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ദൈവന്മാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഒരു ടൈമിൽ വീടിന്റെ അകവശമൊക്കെ കാണിച്ചു തരാമേ. അങ്ങനെ ഞാൻ വലത് കാല് വെച്ച് കയറാണ് കേട്ടോ. ഇതാണ് കേട്ടോ കയറി വരുമ്പോഴുള്ള ഹാള്. നമ്മളൊരു സാധാ കുടുംബങ്ങൾ താമസിക്കില്ലേ, കയറി വരുമ്പോൾ ഒരു ബെഡും കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടേബിളും പിന്നെ TV അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും, അങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ കിച്ചണാണ്. കിച്ചണിൽ നമുക്ക് അടുപ്പുണ്ട്, സ്റ്റവ് ഉണ്ട്. നമുക്ക് ടെക്നോളജി പരമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളത് വെച്ചിട്ടില്ല. ഫ്രിഡ്ജോ ഓവനോ മിക്സിയോ അങ്ങനെ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇതുപോലെ കരി പിടിച്ചിട്ടുള്ള കിച്ചണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി നിങ്ങൾ ബുക്ക് ചെയ്ത് ഇവിടെ ഹോം സ്റ്റേയിലൊക്കെ വരൂലേ, അങ്ങനെയൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ വലിയ കാര്യത്തിലുള്ള റെനോവേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ചെറിയൊരു രീതിയിൽ മെയിൻ്റനൻസും പിന്നെ സീലിങ്ങും പെയിന്റിങ്ങും അങ്ങനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ ഈ വീട്ടിലെ ഒരു ബെഡ്റൂം. ഇവിടെ മൊത്തം 2 ബെഡ്റൂമാണ് ഉള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും ഇല്ല കേട്ടോ, ഒരൊറ്റ കോമൺ ബാത്റൂമേ ഉള്ളൂ. ഈ ഒരു ബെഡ്റൂമിൽ ഏകദേശം ഒരു 5-6 പേർക്ക് കിടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള കേട്ടോ. പക്ഷെ ഞങ്ങൾ കസിൻസ് ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ തിരിഞ്ഞു മറിഞ്ഞ് എല്ലാവരും കൂടി ഒരു 10-12 പേരോളം കിടക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഒരു സിംഗിൾ കോട്ട് കണ്ടോ, ആ ഒരു ബെഡിൽ കിടക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇതാണ് ഈ വീട്ടിലെ മറ്റൊരു ബെഡ്റൂം. ഇവിടുത്തെ ബെഡ്റൂമിൽ നമ്മൾ 2 കോട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 4 പേർക്ക് കിടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൂ. പിന്നെ ഇവിടെ ഗിറ്റാർ ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ നമ്മുടെ പഴയ ടൈപ്പ് ഫോണില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു പഴയ ടൈപ്പ് ഫോൺ മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് എല്ലാ സ്ഥലത്തും പറ്റൂല. ഏകദേശം ഏതെങ്കിലും ഒരു സ്പോട്ടിൽ മാത്രമേ ഇതിന്റെ റേഞ്ച് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇത്ര ഉള്ള കേട്ടോ ഈ ഒരു വീട്. ഇതൊരു ചെറിയൊരു വീടാണ് കേട്ടോ. നമുക്ക് എല്ലാം കൊണ്ട് നല്ല സ്വസ്ഥവും സമാധാനമുള്ള ഒരു വീടാണ്. പുറമേ ഉള്ള കാഴ്ചകളാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ ഉണ്ടല്ലോ ആ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്ത് ഒരു വലിയൊരു മലയുണ്ട് കേട്ടോ. ഭയങ്കര രസമാണത്. ഓരോ സമയത്ത് മഞ്ഞ് മൂടും, ചിലപ്പോൾ മഞ്ഞെല്ലാം മാറും, കുറച്ച് കഴിയുമ്പോൾ മഴയും പെയ്യും. ഭയങ്കര രസമാണ്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മതികെട്ടാൻചോല. ഞങ്ങൾക്ക് ആക്ച്വലി കട്ടപ്പനയിലെ 2 നില വീടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വീട്ടിൽ നിൽക്കുന്നേക്കാൾ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ ഇല്ലേ ഈ ഒരു വീട്ടിൽ വരുമ്പോഴാണ്. എന്തും അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു സ്ട്രെസ് റിലീഫ് എന്ന് തരട്ടെ, ഇവിടെ നമുക്ക് ഒരു രീതിയിലുള്ള മൊബൈൽ കണക്ഷൻ ഇല്ല കേട്ടോ. നമുക്ക് ഇന്റർനെറ്റ് കണക്ഷനോ അതുപോലെ തന്നെ ആരെയും കോൾ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്ക് ഒരു രീതിയിലുള്ള ഫീച്ചേർഡ് ഫോൺ ആയിക്കോട്ടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ ഇവിടെ ഒന്നും അത് കണക്റ്റ് ആവില്ല. ഇനി സപ്പോസ് ആരെങ്കിലും വിളിക്കണമെങ്കിൽ പോലും ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ മാറിയാൽ മാത്രമേ നമുക്ക് കണക്ഷൻ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ സാധാ ഫോണില്ലേ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു ചെറിയ ഫോൺ, അങ്ങനത്തെ സെൽഫോൺ മാത്രം കണക്റ്റ് ആവുള്ളൂ. അത് എപ്പോഴും കണക്റ്റ് ആവില്ല.
ഒന്നോ രണ്ടോ പോയിന്റ് നിന്നാൽ മാത്രം നമുക്ക് കണക്ഷൻ കിട്ടുള്ളൂ. അതും ഒന്നോ രണ്ടോ കട്ട കിട്ടിയാൽ കിട്ടി, അങ്ങനെ മാത്രം നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണല്ലേ. പിന്നെ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അച്ഛൻ ആ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് വിളിക്കണമെങ്കിൽ പോലും ആരും വിളിക്കാറില്ല, അങ്ങോട്ട് നടന്ന് ചെല്ലുക, കയറ്റം കയറി ചെല്ലുക, അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ വാക്കിംഗ് ടോക്കിയാണ് കേട്ടോ. വാക്കിംഗ് ടോക്കി ആണെങ്കിൽ ഇത് ഞങ്ങൾ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ദൂരത്തിൽ നമുക്കിത് കണക്ഷൻ കിട്ടും. നമ്മളിത് ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ഇത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ വാക്കിംഗ് ടോക്കിയാണ്. അങ്ങനെ നേരത്തെ മഞ്ഞെല്ലാം മാറി മലയെല്ലാം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അവിടുത്തെ വീട്ടിലെ തീ കൂട്ടുന്നതിൻ്റെ ഒന്നും പുകയല്ല കേട്ടോ, ഇത് മഞ്ഞ് മെൽറ്റ് ആവുന്നതിൻ്റെയാണ്. പിന്നെ ഈ മതികെട്ടാൻ ചോലയുടെ മറ്റൊരു പ്രത്യേകത എന്താ പറയട്ടെ, പേര് പോലെ തന്നെ നമ്മളും കൺഫ്യൂസ്ഡ് അടിക്കും കേട്ടോ. മതികെട്ടാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തമിഴ് വാക്കാണ്. കൺഫ്യൂഷൻ മൈൻഡ് ഉള്ള ഒരാളെന്നാണ് കേട്ടോ ഇതിനർത്ഥം. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ശരിക്കും നമ്മൾ കൺഫ്യൂസ്ഡ് അടിച്ചു പോകും. ഈ ഒരു മതികെട്ടാൻ ചോലയിലില്ലേ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ നേച്ചറിൻ്റെ ഒക്കെ ഓരോരോ മാറ്റങ്ങളും എനിക്ക് അറിഞ്ഞുകൂടെ എന്താ പറയേണ്ടതെന്ന്, അതൊക്കെ ഞാൻ നേരിട്ട് ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് എക്സ്റ്റെൻഡ് ആയി പോയിട്ടുള്ള സ്പീഷീസ് ഇല്ലേ, അതിനൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കണ്ട് ഞാൻ വണ്ടർ അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇത് എന്താണെന്നൊന്നും പറയുന്നില്ല കേട്ടോ, അത് മര്യാദയ്ക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് അവിടെ നിന്നോട്ടെ. ഇവിടുത്തെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എപ്പോഴും ഈ ഒരു മലയിൽ മഞ്ഞുണ്ടാവും കേട്ടോ. ഇടയ്ക്ക് മഞ്ഞിലാണ്ടാവും, മഞ്ഞുണ്ടാവും. എത്ര കട്ട മഞ്ഞ് വന്നാലും ഈ ഒരു റൈറ്റ് സൈഡിലെ അവിടെ എപ്പോഴും മല നല്ല വിസിബിൾ ആയിരിക്കേ. ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ തമിഴ്നാട് ബൗണ്ടറി വരുന്നത്. തമിഴ്നാട്ടിൽ എപ്പോഴും ടെമ്പറേച്ചർ ഹൈ അല്ലേ, സോ അവിടുത്തെ ചൂടുകാറ്റ് ഇങ്ങോട്ട് വീശുകയും ചെയ്യും, ഇവിടുത്തെ ഹൈ റേഞ്ചിലെ തണുത്ത കാറ്റ് അങ്ങോട്ട് വീശുകയും ചെയ്യും. ഇതാണ് കേട്ടോ രണ്ടും കൂടെ കൂട്ടുമുട്ടുന്ന ആ പോയിന്റ്. നമ്മൾ പണ്ട് സയൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ, എത്ര ചൂടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ടും നമുക്ക് ഐസ് ക്യൂബിനൊക്കെ മെൽറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് സാധാരണ അറിയാവുന്നതാണല്ലേ, ഒരു ചൂടുവെള്ളം കൊണ്ട് നമ്മൾ ഐസിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മെൽറ്റ് ആവുന്നത്. ഈവൻ ഇഫ് നമ്മുടെ ഓസോൺ ഹോൾ ഡിപ്ലീഷൻ പോലും സംഭവിക്കുന്നത് അതുകൊണ്ടല്ലേ, ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട്. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അവിടുത്തെ ചൂടുകാറ്റ് കാരണം ഇവിടെയുള്ള എത്ര കട്ട മഞ്ഞാണെ പോലും അതെല്ലാം നന്നായിട്ട് മെൽറ്റ് ആവും കേട്ടോ. ആക്ച്വലി ഇത് തന്നെയാണ് കേട്ടോ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പല രീതിയിലും പല ഷേപ്പിലാണ് കേട്ടോ മെൽറ്റ് ആയി പോകുന്നത്. ശരിക്കും ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളോർക്ക് ഞങ്ങൾ എന്ത് ലക്കിയാന്ന്. അച്ഛൻ 2 ഏക്കർ വരെ പോയേക്കുമായിരുന്നു കേട്ടോ, ഇപ്പൊ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലാന്റേഷൻ എല്ലാം ഞാൻ കാണിച്ചു തരാമേ. അപ്പുറത്ത് കാണുന്നത് നമ്മുടെ തന്നെ ലാൻഡ് ആണ് കേട്ടോ. ഇത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വഴിയേ ഞാൻ കാണിച്ചു തരാം. പിന്നെ ദൂരെ നിങ്ങൾക്ക് ഒരു ബിൽഡിംഗ് കാണുന്നത് കണ്ടോ, അത് നമ്മുടെ പുതിയൊരു ഹോം സ്റ്റേ ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് അതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വരാൻ ആഗ്രഹമുള്ളവർ വരിക, വന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഹോം സ്റ്റേക്ക് വേണ്ടിയിട്ടും ഞാൻ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വരിക കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾവേസ് എല്ലാവരും വെൽക്കം. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ ഞങ്ങളുടെ പ്ലാന്റേഷനകത്തോട്ട് കയറുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഏലത്തോട്ടം. ഇവിടെ എപ്പോഴും നല്ലൊരു ഡാം ക്ലൈമറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മണ്ണ് എപ്പോഴും നല്ല ഈർപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് പുല്ലൊക്കെ ഇവിടെ വളർന്നു പിടിക്കും. ഒരുപാട് ചിമ്പ് പൊട്ടി മുളയ്ക്കാനായിട്ട് എപ്പോഴും ഏലത്തിന്റെ കട നല്ല വൃത്തിയാക്കി ഇടണം കേട്ടോ. അതുകൊണ്ടാണ് ഇവിടുത്തെ പുല്ലൊന്നും ഇല്ലാത്തത്. ഇവിടുത്തെ പണിക്കാരെല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടേക്കാണ്. കാരണം ഒരുപാട് ചിമ്പ് പൊട്ടി മുളച്ചാലേ നമുക്ക് ഏലത്തിന്റെ ഈൽഡ് നല്ല പോലെ കിട്ടുള്ളൂ. ഇനി ചിമ്പെന്താന്നല്ലേ, നമ്മൾ ഏലത്തിന്റെ തൈ ഇങ്ങനെ നട്ടതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയ പുതിയ തൈകൾ ഇങ്ങനെ മുളച്ച് വരൂലേ, ഈ ഒരു ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇതാണ് നമ്മുടെ ചിമ്പ് കേട്ടോ. ഒരുപാട് ചിമ്പുകൾ ഇങ്ങനെ പൊട്ടിമുളച്ചാൽ മാത്രമേ നമുക്ക് വലിയൊരു ഏലത്തിന്റെ ഒരു പ്ലാന്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് ഏലക്കകൾ ഒരൊറ്റ പ്ലാന്റിൽ നമുക്ക് കിട്ടുള്ളൂ. ഓരോ ഏലത്തിന്റെ പ്ലാന്റിലും ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഇതുപോലെ ഏലക്ക ഉണ്ടായത് കണ്ടോ. ഈ ഒരു ബ്രാഞ്ചിനെ പറയുന്ന പേര് ശരം എന്നാണ്. ഓരോ ഏലത്തിന്റെ പ്ലാന്റിലും ഒരുപാട് ശരങ്ങൾ ഉണ്ടാവേ. ഈ ഓരോ ശരത്തിൽ നിന്ന് നമ്മൾ 3 ടൈപ്പ് ഏലക്കകളാണ് കേട്ടോ പറിക്കാറുള്ളത്. ഒരെണ്ണം പഴം, പിന്നെ കരിങ്കായ, പിന്നെ വരകരിശി. ഈ പഴം എന്ന് പറയുന്ന ഒരു യെല്ലോഷ് ടിൻഡിലുള്ള ഒരു ഏലക്കയാണ് കേട്ടോ. ആ ഏലക്ക നല്ല പഴുത്ത സ്മെല്ലും കാണും, നല്ല പഴുത്തിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് നല്ല കറുത്ത കുരുവായിരിക്കേ. നമ്മളത് ഉണക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സോ നമുക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിങ്കായം കൂടെ പറിക്കുന്നത്. ഈ കരിങ്കായ നല്ല ബെറ്റർ ക്വാളിറ്റിയിലുള്ള ഒരു ഏലക്കയാണ് കേട്ടോ. ഈ ഒരു ശരത്തെ തന്നെയാണ് കേട്ടോ കരിങ്കായം കൂടെ ഉണ്ടാവുന്നത്. നമ്മൾ പഴം മാത്രമല്ല കരിങ്കായും വരകരിശി ഒരൊറ്റ ശരത്തിൽ നിന്നാണ് പറിക്കാറുള്ളത്. ചില പ്ലാന്റിൽ നിന്ന് കുറച്ച് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ, ചിലതിനകത്ത് നമുക്ക് എല്ലാം തന്നെ നമുക്ക് പറിക്കാൻ പറ്റുമേ. ഏലത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എനിക്ക് കുറച്ച് കാര്യം മാത്രമേ അറിയുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി കിട്ടും കേട്ടോ.
അങ്ങനെ ഞങ്ങളുടെ ചേച്ചിമാരെല്ലാരും കൂടെ ഏലക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഏലക്കയുടെ ചോട്ടിൽ കണ്ടോ ഒരുപാട് ഇലകൾ, അങ്ങനൊന്നും കിടക്കാൻ പാടില്ല കേട്ടോ, അതൊക്കെ അവർ വൃത്തിയാക്കുവേ. അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴ സമയമൊക്കെ ആകുമ്പോൾ ഈർപ്പം തട്ടിയിട്ട് നമ്മുടെ ഏലക്കയുടെ കട പെട്ടെന്ന് ചീഞ്ഞു പോകട്ടോ. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ പാമ്പുകളും അതുപോലെ തന്നെ തവളയൊക്കെ വന്നിരിക്കാറുണ്ട്. സോ നമ്മളെല്ലാം വൃത്തിയാക്കാറുണ്ട്. ഇത് നമ്മൾ ഏലക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ബക്കറ്റിലുണ്ട് ഒരു പച്ചക്കുപ്പി. ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുപ്പിക്കകത്ത് ഉപ്പുവെള്ളമാണ്. ഇവിടെ ഒരുപാട് അട്ടകളുണ്ട്. സോ അട്ടകൾ കടിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും എല്ലാവരും ഉപ്പുവെള്ളം കൊണ്ടു നടക്കും കേട്ടോ. ഈ ഏലക്കയിലൊക്കെ പിന്നീട് നല്ല വൃത്തിയാക്കിയ ശേഷം നമ്മളൊരു പായൽ ഇങ്ങനെ വിരിച്ചിടും കേട്ടോ, അതിന്റെ ഈർപ്പൊക്കെ പോകാനായിട്ട്. അതിനുശേഷം നമ്മൾ സ്റ്റോറിൽ കൊണ്ടുപോയത് ഉണക്കാൻ കൊടുക്കും. പിന്നീടാണ് നമ്മളിത് സെല്ല് ചെയ്യാറുള്ളത്. ഇവിടെ ഈ ഏലക്ക മാത്രമല്ല കേട്ടോ, നമുക്കൊരു വെറൈറ്റി ഏലക്കയുണ്ട്. ഇതിന്റെ പേരെന്തോ പവിഴക്കൊടിയെന്നോ അങ്ങനെ എന്തോ ആണ്. ഇത് നമ്മളാരും നട്ടൊന്നുമല്ല കേട്ടോ, ഇവിടെ തന്നെ താനോട് ഉണ്ടായതാണ്. ഈ ഒരു പറമ്പിൽ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചപ്പോൾ ഫുൾ കാടായിരുന്നു. പിന്നീട് നമ്മളുകൊണ്ട് ഏലക്ക നട്ടതാണ്. പക്ഷെ ഇങ്ങനൊരു ഏല നട്ടതായിട്ട് ഞങ്ങളുടെ ഓർമ്മയിലൊന്നും ഇല്ല. പക്ഷെ ഈ ഒറ്റ ഒരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ഇത് അധികം ഒന്നും നമുക്കിങ്ങനെ ഏലക്കൊന്നും കിട്ടൂല, കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഭയങ്കര റേറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ പ്ലാന്റേഷനകത്തൂടെ നടന്ന് നമ്മുടെ ഒരു കുന്നിലെത്തിയേ. ഈ നേരെ കാണുന്ന മരം കണ്ടോ, ഇത് ആക്ച്വലി കുന്തിരിക്കത്തിന്റെ മരമാണ്. അച്ഛൻ ഇടക്കിടയ്ക്ക് പറിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു പാടം അവിടെ. പക്ഷെ എനിക്കും അമ്മയ്ക്കൊന്നും ഇതിന്റെ സ്മെല്ല് ഇഷ്ടമില്ല കേട്ടോ, പെട്ടെന്ന് ഭയങ്കരമായിട്ട് പേടിയാവും. അവിടെ നമ്മളിത് അങ്ങനെ എടുക്കാറില്ല. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്നതല്ല കേട്ടോ, അത് നല്ല പ്യുവർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ടാൽ മതി, നല്ല പുകയും അതിൽ തന്നെ മണമായിരിക്കും കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങൾ നടപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഒരുപാട് ഏക്കർ പറമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ പകുതി മുക്കാലും മരങ്ങളും പാറകളും ആണ്. പക്ഷെ ഞങ്ങൾ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നാച്ചുറൽ ആയിട്ടുള്ള മരങ്ങളും പിന്നെ പാറകളും വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളാണ് അല്ലാതെ. പിന്നെ ഒരുപാട് വെറൈറ്റി മരങ്ങളുണ്ട്. ഓറഞ്ച് മരം ഉണ്ട് ഇവിടെ, പിന്നെ ഒരു രുദ്രാക്ഷത്തിന്റെ മരമുണ്ട്, കുന്തിരിക്കത്തിന്റെ ഉണ്ട്, പതിമുഖത്തിന്റെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി മരങ്ങളുണ്ട്. എനിക്ക് ഒന്നിന്റെ പേരെങ്ങനെ അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാത്ത നല്ല അടിപൊളി പ്ലേസ് ആണ് ഇവിടെ. അങ്ങനെ നടന്ന് നമ്മളൊരു പോയിന്റിലെത്തി. നമ്മുടെ പ്ലോട്ടിന്റെ ഒരു സൈഡാണ്. അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ മിക്കപ്പോഴും ആനകളൊക്കെ വരാറുള്ളത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകൾ. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ഇത് ആക്ച്വലി നമ്മൾ പുതിയതായിട്ട് പണിയുന്ന ഒരു ഫാം സ്റ്റേ ആണ്. ആ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ ഞാൻ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഏരിയ വലിയ സേഫ് അല്ല എന്ന് എനിക്കറിയാം. ഇവിടെ ആന വരാം, അട്ടകൾ വരാം. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ എൻ്റെ കാലിലൊരു അട്ടേനെയും കിട്ടി. അട്ടേനെ പിന്നെ വലിയ പേടിയില്ലാത്തതുകൊണ്ട് കുറേ നേരം കൈകൊണ്ട് എടുത്താളെ നോക്കിയേ. പിന്നെയാണ് മനസ്സിലായത് അത് പിന്നെ കടിച്ചിരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഓൾറെഡി ഞാൻ ഉപ്പുവെള്ളം കൊണ്ട് കാലിലൊക്കെ തേച്ചിട്ടാണ് വന്നത്. അതാണ് കേട്ടോ കാലിലൊരു വൈറ്റ് കാസ്റ്റ്. എന്നിട്ട് പോയത് കടിക്കുന്നുണ്ട്, കാരണം ഓൾറെഡി ഉപ്പുവെള്ളം ഉണങ്ങിപ്പോയായിരുന്നേ. ഈ ഒരു സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വനദേവതയുടെ പ്രതിഷ്ഠയുണ്ട്, പിന്നെ വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ ഈ കാണുന്നത് ആനച്ചാലാണ്. ആനകളൊക്കെ അതിന്റെ മുകളിൽ നിന്നാണ് കേട്ടോ ഇറങ്ങി വരാറുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു ടണലുണ്ട് കേട്ടോ, നാച്ചുറൽ ആയിട്ട് ഉണ്ടായിരിക്കുന്ന ടണലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആനകളൊക്കെ വരാറുണ്ടെന്ന്. ആനകളൊക്കെ വരുന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത്. കണ്ണുപോലെ ഉണ്ടല്ലേ. ഇവിടെ ഒരുപാട് നേരം നിൽക്കുന്നത് സേഫ് അല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇടക്കിടയ്ക്ക് ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കോട്ടോ, വല്ല ആന വല്ലതും വരുന്നുണ്ടോ എന്ന്. ഇവിടെ നിങ്ങൾക്ക് ഒരു പാറ കാണുന്നുണ്ടോ? ഈ ഒരു പാറയാണ് കേട്ടോ നമ്മുടെ വനദേവതയുടെ പ്രതിഷ്ഠ. ഈ ഒരു പാറയുടെ മുകളിൽ ഒരു കല്ല് കാണുന്നത് കണ്ടോ, അതാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ളത്. ഇതിന് ഫ്രണ്ട് വരുന്ന അപ്പുറത്തെ ഭാഗമാണ്. പാറയുടെ കൂടെ ഒരു മരം നിൽക്കുന്നുണ്ടോ, അത് ഈ പ്രതിഷ്ഠയുടെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഈ ഒരു മരത്തിനൊരു കഥയുണ്ട്. എല്ലാ വീട്ടിലും കാണില്ലേ ഓരോ തലതീർച്ചത്. എന്റെ വീട്ടിൽ ഞാനാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫാം സ്റ്റേന്റെ വീടിന്റെ അടുത്തൊരു ചേട്ടനുണ്ട്. ആ ഒരു ചേട്ടനുണ്ടല്ലോ, ഇവിടെ മഴക്കാലമൊക്കെ ആകുമ്പോൾ എല്ലാ മരങ്ങളുടെയും ചില്ലകളൊക്കെ വെട്ടും കേട്ടോ. അതെന്ന് വെച്ചാൽ മരം ഒടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ വീടുകളിലോട്ട് വീഴാതിരിക്കാനും അതുപോലെ തന്നെ ഏലത്തിലോട്ട് വീണ് നശിക്കാതിരിക്കാനാണ്. അപ്പോൾ ഈ ഒരു വീടിന്റെ അടുത്തുള്ള ചേട്ടനാണെങ്കിൽ എല്ലാ ചില്ലകളും വെട്ടുന്ന സമയത്ത് ഈ ഒരു അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ചില്ലകൾ വെട്ടാൻ പോയേ. എല്ലാവരും പറഞ്ഞതാണ് വെട്ടരുതെന്ന്. എന്നിട്ടും ആ ചേട്ടൻ വെട്ടിയേട്ടാ. അന്ന് തന്നെ ഉണ്ടല്ലോ ആ ചേട്ടന് ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഇപ്പോൾ ആ ചേട്ടൻ രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വനദേവതനെ വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര വിശ്വാസവും അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്രതിഷ്ഠയുടെ ഫ്രണ്ട് വശം. ഇവിടെ വലിയ പാറയുടെ അടിയിൽ കണ്ടോ ചെറിയൊരു ഗുഹ പോലെ. അതിൻ്റെ അകത്ത് 7 പാറക്കല്ലുകൾ വെച്ചിട്ടുണ്ട്. 7 പ്രതിഷ്ഠകളാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഒന്നും പേരറിഞ്ഞൂടാ. നമ്മൾ ഈ ഏലക്കൊക്കെ പറയുന്ന ടൈം ആകുമ്പോൾ അവിടെ പോയിട്ട് ചെറിയൊരു വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ പൂജയൊക്കെ നടത്താറുണ്ട്. എന്നിട്ട് നമ്മൾ ഏലക്കൊക്കെ മാലയൊക്കെ ആക്കിയിട്ട് അവിടെ സമർപ്പിക്കാറുണ്ട് കേട്ടോ. ഇവിടെ എത്ര കാറ്റടിച്ചാലും ആ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് കെടാറില്ല. ഫാം സ്റ്റേയിൽ മറ്റൊരു സ്പോട്ടാണ് കേട്ടോ ഈ കാണുന്നത് ഒരു 3 കൂടി ഒരു സ്ഥലമാണ്. ഇത് ശരിക്കും ആനച്ചാലാണ്. അപ്പോൾ ആനകളൊക്കെ വരുന്നോണ്ടാണ് നമ്മളിവിടെ സോളാറിന്റെ ലൈറ്റ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദേ ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ആനകളൊക്കെ സ്ഥിരം പോകുന്ന വഴികളാണ്. ഇവിടെ ഈ പൈപ്പ് കണ്ടോ വളഞ്ഞിരിക്കുന്നത്, അത് ആക്ച്വലി ആന പോയിട്ട് ചവിട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ഈ കാട്ടിലില്ലേ ആനകൾ ഇവിടുത്തെ ആൾക്കാരെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളായിട്ട് അങ്ങോട്ടൊരു ഉപദ്രവത്തിനും പോയിട്ടില്ല, അവരായിട്ട് ഒന്നിനും വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ ലൈറ്റ് വെച്ചേക്കുന്നത്, ലൈറ്റ് ഉണ്ടെങ്കിൽ ആനകളൊന്നും അകത്തോട്ട് കയറില്ല കേട്ടോ. നമ്മുടെ ഈ പ്ലാന്റേഷനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഏലങ്ങളൊക്കെ നന്നായിട്ട് ചവിട്ടി മെതിക്കേ. പണ്ട് ഞങ്ങൾക്ക് ആനകളൊക്കെ ഇങ്ങനെ കയറിയിട്ട് 2.5 ലക്ഷത്തോളം നഷ്ടം വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് വെച്ചേക്കുന്നത്, അല്ലാതെ വേറെ ഒരു ഉപദ്രവം നമ്മൾ ചെയ്യാറില്ല. ഇവൻ വലിയ
സ്ഥലത്ത് ഞങ്ങളിവിടെ കാട് കാണാൻ വേണ്ടി വന്നതാണേ. ഇവൻ എന്താ ഇങ്ങനെ ഇരിക്കണെന്ന് അറിയോ? ഇവന്റെ കാലിൽ അട്ട അടിച്ചായിരുന്നേ. കുറേ നേരം ഇവന് എടുത്തു കളയാൻ നോക്കുന്നത്. ലാസ്റ്റ് പിന്നെ ഞാൻ തന്നെ പോയിട്ട് എടുത്തു കളഞ്ഞു. അങ്ങനെ പറമ്പെല്ലാം ചുറ്റിക്കറങ്ങി ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തിയേ. ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ മുകളിലുള്ള വ്യൂ. നല്ല രസമുണ്ടല്ലേ? ഭയങ്കര വൈബാണ് കേട്ടോ ഇവിടെ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. പക്ഷെ നേരിട്ട് വരുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്. ഈ കാണുന്നത് മലയുടെ മുകളിൽ നിന്നുള്ള വെള്ളമാണ്. നാച്ചുറൽ വാട്ടർ ആണ് കേട്ടോ. മുകളിൽ ഇതുപോലെ തന്നെ ഒരു ടാങ്ക് ഉണ്ട്. അവിടെയാണ് ഇത് ഫില്ലായി കിടക്കുന്നത്. അവിടെ നമ്മൾ മോട്ടർ അടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുത്തുന്നത്. ഇവിടുത്തെ ടാങ്കിൽ ഇത് ഫില്ലായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പൈപ്പ് മാറ്റിയിട്ടേക്കണത്. മഴക്കാലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും ഫുൾ ടൈം വെള്ളം ഉണ്ടാവേ. മഴക്കാലം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, മഴക്കാലത്ത് നല്ല ഇടിവെട്ടൊക്കെ വരില്ലേ? അപ്പൊ ചിലപ്പോൾ കറണ്ട് ഒക്കെ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ സോളാറിന്റെ ലൈറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും സോളാർ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇനി അഥവാ സോളാർ വർക്കിംഗ് അല്ലെങ്കിൽ ഇവിടെ ജനറേറ്റർ ഉണ്ട്. അങ്ങനെ പതുക്കെ സന്ധ്യയായി തുടങ്ങി. എന്തൊക്കെയാണെങ്കിലും മഞ്ഞിനൊരു കുറവില്ല കേട്ടോ. ഇനി നമുക്ക് ഫുഡിലോട്ട് അങ്ങ് കിടക്കാല്ലേ. കട്ടപ്പനയിൽ വരുമ്പോൾ ഒരു കടയിൽ നിന്ന് കുറേ സാധനം വാങ്ങിച്ചില്ലായിരുന്നോ? അതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന മസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും. അങ്ങനെ വാങ്ങിച്ച എല്ലാ സാധനവും ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റംസ്. എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആണ്. കപ്പ ഉണ്ടായിരുന്നു, ചോറുണ്ട്, പിന്നെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ഉണക്കമീൻ വറുത്തത്, പിന്നെ കാന്താരിമുളക് ചമ്മന്തി. കപ്പയും ഉണക്കമീനും ഉണ്ടല്ലോ, നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആണ്. മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോഴുള്ള മസാലയില്ലേ, അത് വേണം കേട്ടോ നമ്മൾ ഉണക്കമീനിലിട്ട് വറക്കാനായിട്ട്. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണേ. പിന്നീട് ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ കിടക്കായിരുന്നേ. അപ്പോഴാണ് കേട്ടോ എല്ലാ പട്ടികളും കൂടെ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്ന ഒച്ച കേട്ടത്. എന്തെങ്കിലും ജീവികളെ കാണാതെ ഇവിടുത്തെ പട്ടികൾ കുരക്കില്ല എന്ന് മനസ്സിലായി. വല്ല ആനയോ കാട്ടുപോത്തോ മ്ലാവൊക്കെയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് കണ്ടത് ഈ ഒരു പാറയാനായിരുന്നേ. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാനായിട്ട്. പാറയാന്ന് പറഞ്ഞിട്ടുള്ള പറക്കുന്ന ഒരു പക്ഷിയാണ്. നമ്മുടെ ഈ വവ്വാലിന്റെ പോലൊക്കെ ഇരിക്കട്ടോ, പക്ഷെ ഭയങ്കര വലിപ്പമായിരിക്കും. ഒരു സന്ധ്യാസമയമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ആകാശത്തോടെ ഇങ്ങനെ പറക്കും കേട്ടോ. എന്നിട്ട് ദൂരെയുള്ള മരത്തിലോട്ടൊക്കെ ഇങ്ങനെ ചാടിക്കേറിയേ. ഞങ്ങളുടെ ഈ പറമ്പിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. സന്ധ്യാസമയമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പറക്കുന്നൊക്കെ കാണാറുണ്ട് ഞങ്ങള്. ഇനി ഇരുട്ടത്ത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാല്, പട്ടി വരയ്ക്കുന്ന സ്ഥലത്തോട്ട് നോക്കിയപ്പോൾ അവിടെ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ കിടക്കാൻ പോയി. നമ്മളെല്ലാ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന ഒരു ഗുഡ് ഹാബിറ്റ്സ് ഇല്ലേ, അത് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമേ. നമ്മൾ വീട്ടിൽ ഞാൻ ഉറങ്ങുമ്പോഴാണെങ്കിലും എണീക്കുമ്പോഴാണെങ്കിലും നല്ല ലേറ്റ് ആവും. പക്ഷേ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു 10-10:30 ആകുമ്പോഴേക്കും രാത്രിയിൽ ഉറങ്ങാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എണീക്കുന്നത് നല്ല വെളുപ്പിനാണ്. വെളുപ്പിന് എണീക്കും ഇതുപോലെ കിളികളുടെയും പിന്നെ ചെറിയ ചെറിയ ജീവികളുടെയും പിന്നെ നമ്മൾ ആവിൻ്റെ കൊച്ചയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഈ പറമ്പിൽ കൂടെ ഒക്കെ നടക്കാൻ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് അങ്ങ് ദൂരെ കണ്ടോ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ആ സൈഡാണ് കേട്ടോ കിഴക്ക് വശം, അതായത് തമിഴ്നാട് ഏരിയ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇവിടുത്തെ ഈ ഒരു നേച്ചറിന്റെ ഒക്കെ ഒരു സൗണ്ട്. ഡേ 2 ഞങ്ങൾ ഓറഞ്ച് വരയ്ക്കാൻ പോകുന്നതും വാട്ടർഫാളും സ്പ്രിംഗ്ലർ ഇറിഗേഷനും പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഇവിടുത്തെ സൂയിസൈഡ് പോയിന്റിന്റെ ഒക്കെ റിവ്യൂ വീഡിയോസ് ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പാർട്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, ടേക്ക് കെയർ, ബൈ.